അർദ്ധനാരീശ്വര സങ്കല്പം, ശിവപാർവതി സങ്കല്പം, ഇതെയാണ് ഇപ്പോൾ ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. പരമാത്മാവ് പുരുഷനാണോ അതോ സ്ത്രീയാണോ? യഥാർത്ഥ പരമാത്മാവ് ഇവ രണ്ടും ചേർന്നതാണ്. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം. പ്രകൃതി പുരുഷ സംയോഗം. ശിവഭഗവാൻ തൻ്റെ ഉടലിൻ്റെ പകുതി ഭാഗം പാർവതി ദേവിക്കായി നൽകുന്നു. അതായത് ഒരു ഭാഗം പുരുഷ ഊർജം, മറുഭാഗം സ്ത്രീ ഊർജം. ഇത് രണ്ടും ബാലൻസ് ചെയ്താൽ മാത്രമേ മോക്ഷം എന്ന കാര്യം സംഭവിക്കുകയുള്ളൂ. എല്ലാ മായയും ഭൗതികതയും ഇല്ലാതാവുന്ന ഒരു തലം. അവിടെ സ്വന്തം ശരീരം പോലും ഒരു ബന്ധനമല്ല. ഇതൊരു സാധാരണ മനുഷ്യന് സാധ്യമല്ല, എങ്കിലോ സാധ്യമാണ് താനും. ശ്രീ ബുദ്ധഭഗവാൻ, ചില മഹർഷിമാരൊക്കെ ഉദാഹരണങ്ങളാണ്. 114 ഊർജ കേന്ദ്രങ്ങളും ഉണരണം. ഒരു മനുഷ്യൻ്റെ നട്ടലിന് ഇരുഭാഗങ്ങളിലും ഇട, പിംഗല എന്നീ നാഡികൾ, അതിന് നടുവിൽ സുഷ്ണനാഡി. ഈ നാഡിയിൽ പ്രധാനപ്പെട്ട 7 ഊർജ കേന്ദ്രങ്ങളുണ്ട്. ആദ്യത്തേത് മൂലാധാരം, തൊട്ടുമേലെ സ്വാധിഷ്ഠാനം, അതിനു മേലെ മണിപൂരകം, അതിനു മുകളിൽ ഹൃദയഭാഗത്തെ അനാഹത, തൊണ്ടയുടെ ഭാഗത്തെ വിശുദ്ധി, ഭ്രൂമധ്യത്തിൽ ആജ്ഞ, ശിരസിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് സഹസ്രാര പത്മം എന്നാണ് അറിയപ്പെടുന്നത്. മൂലാധാരത്തിൽ കുണ്ടലിനി ശക്തിയായി മഹാദേവിയുടെ ഇരിപ്പിടം, സഹസ്രാര പത്മത്തിൽ മഹാദേവന്റെ ആസ്ഥാനം. ആത്മീയ സാധനങ്ങളുടെ ശക്തിയാൽ താഴെ വസിക്കുന്ന ദേവിയെ മറ്റ് 6 ഊർജ കേന്ദ്രങ്ങളെയും കടന്ന് സഹസ്രാരത്തിൽ വാഴുന്ന ശിവഭഗവാനിൽ ചേർത്ത് വെക്കണം. അപ്പോഴാണ് ഒരു ജീവന്റെ ആൺപെൺ ഊർജങ്ങൾ ബാലൻസ് ആയെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ത്രിഗുണങ്ങൾക്കും ത്രികാലങ്ങൾക്കും അതീന്ദ്രിയമായി ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും നിയന്ത്രിച്ച് ആത്മാവിന് അധീനമാകുമ്പോഴേ ശരിയായ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ എല്ലാ ദുഃഖങ്ങളെയും സുഖങ്ങളെയും മറികടന്ന് മുക്തവനായി പരമാനന്ദത്തിലേക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിരുകളില്ലാത്ത സ്നേഹം സകല ചരാചരങ്ങൾ ഉണ്ടാകും. ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാറ്റിനെയും സ്നേഹിക്കാൻ കഴിയും. ചില വ്യക്തികൾ ജന്മനാ തന്നെ സിദ്ധയോഗികളായി ജനിക്കും. ഇവർക്ക് അധികമായ ഉപാസന തപസ്സൊന്നും ഇല്ലാതെ തന്നെ ഈ അവസ്ഥ കൈവരും. സാധാരണക്കാർ ഭക്തി, ജപം, മന്ത്രം, തന്ത്രം, ധ്യാനം, പ്രാണായാമം തുടങ്ങിയ സാധനങ്ങളുടെ ഉയർന്നു വരണം. 4 യുഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് കലിയുഗമാണെന്ന് പറയുന്നു. കാരണം ബാക്കി യുഗങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ മോക്ഷത്തെ കിട്ടും. കലിയുഗ അവസാനത്തിൽ ഭഗവാൻ അധർമ്മത്തെ തീർത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി അവതാരം ചെയ്യും. വിഷ്ണു ഭഗവാൻ കൽക്കി അവതാരം എടുത്തു വരും. ബാക്കി എല്ലാ ദേവീദേവന്മാരും പൂർണ്ണ ശക്തിയോടെ ഭൂമിയിൽ വിഷ്ണു ഭഗവാനെ സഹായിക്കാനായിട്ടും വരും. ആ ഒരു സമയം ജനങ്ങളിൽ കൂടുതൽ ആത്മീയ അറിവുകൾ നൽകാൻ കുറച്ച് ഉന്നതിയിലെത്തിയിട്ടുള്ള ആത്മാക്കളെ ഭൂമിയിലേക്ക് അയക്കും. അവർ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആത്മാവ് രണ്ടായി പിരിഞ്ഞ് 2 ശരീരങ്ങളിൽ പ്രവേശിക്കുന്നു. ഒരാളിൽ പുരുഷ ഊർജം, മറുപാതി സ്ത്രീ ഊർജവുമായിട്ട്. ഓരോരുത്തരും ഓരോ സമയങ്ങളിലാവും ജനിക്കുക. ഭൂമിയിൽ വന്ന് കൂടുതൽ അനുഭവിച്ച് പഠിക്കാനവർ ആദ്യം ജനിക്കും. പ്രത്യേകിച്ചും സ്ത്രീ ഊർജം ആയിരിക്കും ആദ്യം ജനിക്കുക. ഒരുപാട് വിഷമങ്ങളും വേദനകളും എല്ലാം നൽകിയ അനുഭവത്തിലൂടെ അവർ ഈശ്വരനെ പറ്റി അറിയാനും ചിന്തിക്കാനും ആത്മീയമായി ഉയർന്നു കഴിഞ്ഞാൽ തൻ്റെ പകുതിയായ പുരുഷ എവിടെയോ ഉണ്ടെന്ന ബോധ്യം അറിയാതെ ഇവരിൽ ഉണരും. നഷ്ടപ്പെട്ടു പോയ എന്തിനെയോ ഉള്ള ഒരു അന്വേഷണം. യാദൃശ്ചികമായി എവിടെയെങ്കിലും വെച്ച് തൻ്റെ മറുപാതിയെ കണ്ടെത്തും. ഇതിന് ഭാഷ, പ്രായം, ദേശം, സാമ്പത്തികം, മതം, ജാതി ഒന്നും പ്രശ്നമല്ല. ആ കണ്ടുമുട്ടലിൽ തന്നെ അറിയാത്ത ഒരു ജ്വാല 2 ഹൃദയങ്ങളിലും തെളിയും. ഇതിനെയാണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. കണ്ടുമുട്ടലോടെ പഴയ ഓർമ്മകൾ വരികയും എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുമില്ല. അറിയാതെ തന്നെ 2 പേരും ബന്ധിക്കപ്പെട്ട ഒരവസ്ഥ ആയിരിക്കും. ഈ അവസ്ഥയിലും അവർ അന്യോന്യം പാഠങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കും. മിററിംഗ്. ഒരാളുടെ ഉള്ളിൽ ഒരു സന്തോഷമോ സങ്കടമോ വന്നാൽ മറുപാതിയിൽ ആത്മാവ് അത് തിരിച്ചറിഞ്ഞ് അതേ ഫീലിങ്സ് ഒക്കെ അനുഭവിക്കേണ്ടി വരും. ടെലിപ്പതിയായി അറിഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ബന്ധത്തിലൂടെ അവർ ഏറ്റെടുത്ത് വന്ന ദൗത്യം എന്താണെന്നും അതിലേക്ക് എത്തിച്ചേരണമെന്നും മനസ്സിലാവും. അപ്പോൾ അതുവരെ ലോകത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പഠിച്ചെടുത്തതും പാലിച്ചതും എല്ലാ ചിട്ടകളെയും ചട്ടങ്ങളെയും തിരസ്കാരമുള്ള ധൈര്യവും വന്നിട്ടുള്ള ഒരു വലിയ ദൗത്യം പൂർത്തീകരിക്കാൻ ഇവർ തയ്യാറാവും. അപ്പോഴേക്കും എല്ലാ ബന്ധങ്ങളിൽ ഇവർ പൂർണ്ണമായും മുക്തരായിട്ടുണ്ടാവും. ഏറ്റെടുത്ത ജോലി, അത് ലോക നന്മയാവാം, ഈശ്വര പൂജയാവാം, അതുപോലെ ഗുണകരമായിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തിയാവാം. ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ ഒരാത്മാവായി മോക്ഷത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതിൻ്റെ മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ അന്യോന്യം സ്നേഹം, പ്രണയം എല്ലാം തോന്നുമ്പോൾ തങ്ങൾ ഈ ഒരു ടിൻ ഫ്ലെയിം യാത്രയാണ് തെറ്റിദ്ധരിക്കുകയും പല അബദ്ധങ്ങളിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതൊരു സാധാരണ റിലേഷൻഷിപ്പല്ല, ആദ്യം മനസ്സിലാക്കണം. അത്രയും ഉയർന്ന ആത്മീയ ഉയർച്ച വന്നതിൽ മാത്രമേ ഈ ബന്ധം ഉണ്ടാവുകയുള്ളൂ. അത് ലോക നന്മയ്ക്ക് വേണ്ടിയാവും, അല്ലാതെ സ്വന്തം സുഖം സൗകര്യം ഒന്നും അവിടെ പ്രധാനമല്ല. ദക്ഷപ്രജാപതിയുടെ പുത്രിയായി സതീദേവി എന്ന പേരിൽ ദേവി തന്നെ അവതരിച്ചു വന്നിട്ടും സ്വന്തം കുടുംബ ബന്ധങ്ങളിലുള്ള ആഗ്രഹം കൊണ്ട് സ്വയം ദേഹത്യാഗം ചെയ്ത് ശിവഭഗവാനിൽ നിന്നും മാറിപ്പോയി. പിന്നെ പൂർണ്ണ അറിവോടെ പാർവതി ദേവിയെ അവതരിച്ച് ഇതൊക്കെ പഠിച്ച ശേഷമാണ് ശിവഭഗവാനിൽ ചേർന്ന് നിൽക്കാൻ പറ്റിയത്.
അതുതന്നെയാണ് ട്വിൻ ഫ്ലെയിം. അർദ്ധനാരീശ്വര സങ്കല്പം എന്നത് ഇതുതന്നെയാണ്. ഇതാണ് നമ്മുടെ ശിവശക്തി സങ്കല്പവും.